കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പിന്നെ യേശു അവർ കൂടിയിരിക്കുമ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനത്തിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവിന്റെ ജീവിതത്തിന്റെ ജനനം മുതൽ കർത്താവിന്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും വരെയുള്ളത് മോശ വഴി യഹൂദന്മാരോട് പിതാവാം ദൈവം പറഞ്ഞിരുന്നു. എങ്ങനെയാ പറഞ്ഞിരുന്നത്? ഡയറക്റ്റ് ആയിട്ട് ഒന്നും പറഞ്ഞില്ല. യഹൂദന്മാരുടെ വിചാരം അവരെ പോലെ ജാതികളായിട്ടുള്ളവർ വേറെ ആരുമില്ല എന്നാണ് അവരുടെ വിചാരം. പക്ഷേ കർത്താവിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, അത് യേശു കർത്താവിനെ കുറിച്ച് അവരോട് പിതാവാൻ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു സത്യവും ഗ്രഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയജനങ്ങളെ, ഇതൊരു മുന്നറിയിപ്പാണ് കേട്ടോ. പഴയ നിയമസഭയ്ക്ക് കർത്താവിനെ കുറിച്ച് വ്യക്തമായി, അതായത് ഒരു പുസ്തകത്തിലല്ല, അവർ പ്രധാനപ്പെട്ട തോറയിലും അവരുടെ സങ്കീർത്തന പുസ്തകങ്ങളും അവരുടെ പ്രവാചക പുസ്തകങ്ങളും 3 പുസ്തകങ്ങളാണ് അവർക്ക് പ്രധാനമായിട്ടുള്ളത് യഹൂദന്. ഈ 3 പുസ്തകങ്ങളും നിരവധി അധ്യായങ്ങളിൽ കൂടി യേശു കർത്താവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ചും കന്യക ജനനത്തെക്കുറിച്ചും ഒക്കെ പ്രവാചകന്മാർ പറഞ്ഞു. യേശുവിന് 750 വർഷങ്ങൾക്ക് മുമ്പാണ് യശയ്യാ പ്രവാചകൻ പ്രവചിച്ചത് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞതൊന്നും യഹൂദന് വന്നു. ദൈവത്തിന്റെ ജനമേ, ഇതിലൊരു മർമ്മം, ഒരു മുന്നറിയിപ്പുണ്ട്. അവർക്ക് മനസ്സിലാകാതെ പോയ പല കാര്യങ്ങൾ. അതേപോലെ നമ്മുടെയും ജീവിതത്തിൽ കർത്താവിനെ കുറിച്ചുള്ള അറിവ് പൂർണ്ണമായും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അല്ലെ കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതൊരു മുന്നറിയിപ്പാണ്. നമ്മൾ സ്വയം ശോധന ചെയ്യേണ്ടതാണ്. അപ്പോൾ യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴലായിരുന്നു നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ. പഴയ നിയമം ഒരു കർമാരാധനയായിരുന്നുവെങ്കിൽ പുതിയ നിയമം വിശ്വാസത്തോടുള്ള ആരാധനയാണ്. ഇവിടെ കർമാരാധനകളൊന്നുമില്ല, എല്ലാം വിശ്വാസത്തോടുകൂടി. പഴയ പിതാക്കന്മാർ ന്യായപ്രമാണം പ്രകാരം കർമാരാധന നടത്തി ദൈവത്തിന് പ്രസാദം വരുത്തി പാപമോചനം പ്രാപിച്ച് മുന്നോട്ട് പോയപ്പോൾ പുതിയ നിയമ വിശ്വാസിക്ക് എല്ലാം വിശ്വാസത്തിന്റെ പ്രമാണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അവിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളോട് കർത്താവ് പാപമോചനത്തിനോ അല്ലെങ്കിൽ മറ്റു അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനോ വില കൊടുത്ത് ആടിനെയോ കാളയോ വാങ്ങിച്ച് യാഗം കഴിക്കാനോ യെരുശലേമിൽ പോയി അത് ചെയ്യാനൊന്നും കർത്താവ് നമ്മളോട് പറഞ്ഞില്ല. പക്ഷെ കർത്താവ് സിമ്പിളി പറഞ്ഞു. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്: ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നു പ്രതിഫലം കൊടുക്കുന്നു എന്നും അവൻ വിശ്വസിക്കണം. അതാണ് കർത്താവ് എപ്പോഴും പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുക, മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക. മാർത്തയോടും മറിയോടും പറഞ്ഞ് ചത്തു ചീഞ്ഞളിഞ്ഞ ലാസറിനെ എന്തിനാണ് കർത്താവ് താമസിച്ച് വിശ്വാസം പഠിപ്പിക്കുക അവരെ ചെയ്തത്? വിശ്വസിച്ചാൽ നീ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാർത്തയോട് പറഞ്ഞു, നീ അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നീ സിമ്പിളായിട്ട് ചെയ്യണം, നീ വിശ്വസിക്കുക. വിശ്വാസത്തോടും നിലവിളിച്ചത് കൊണ്ടാണ് കുരുടന്റെ അടുക്കൽ യേശു നിന്നവന് ഭർത്തിമായിക്ക് കണ്ണിന് കാഴ്ച കൊടുത്തത് ദൈവം. വിശ്വാസത്തോടുകൂടി കാത്തിരുന്നത് കൊണ്ടാണ് ബസത കുളക്കരയിൽ കിടന്നവന്റെ അടുക്കിലേക്ക് യേശു കർത്താവ് ഇറങ്ങി വന്നത്. അപ്പോൾ പുതിയ നിയമം പൂർണ്ണമായും ദൈവത്തിന്റെ പകൽ നിനക്ക് വിശ്വസിക്കുക. നീ ഒരു കാര്യം കർത്താവിനോട് ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കേണ്ട പ്രധാന കർത്താവ് എനിക്ക് വിശ്വാസം, അതാണ് ശിഷ്യന്മാർ പറഞ്ഞത്, കർത്താവെ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരുമാറാകണമേ. നമുക്കും പ്രാർത്ഥിക്കും, കർത്താവെ നമുക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് കടലിൽ പോകാൻ പറഞ്ഞാൽ അത് പോകും. കർത്താവ് അത് കാണിച്ചു കൊടുത്തു. അത്തിയെ നോക്കി അവർ ശവിച്ച് ഉണങ്ങിപ്പോയി. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾക്കിത് ചെയ്യാം, നിങ്ങൾക്ക് വിശ്വാസം, കടുക് പണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും ചെയ്യാം. അപ്പോൾ പഴയ നിയമത്തിലും വിശ്വാസത്തിന്റെ ഒരു പ്രാർത്ഥന പ്രമാണം ഉണ്ടായിരുന്നു. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മഹാപാപ പരിഹാരത്തിന് വേണ്ടി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ ഉണ്ടായിരുന്നു. തന്റെയും തന്റെ ജനത്തിന്റെയും പാപത്തിന് വേണ്ടി കുഞ്ഞാടിനെ അറുത്ത രക്തവുമായി അവൻ കടന്നു പോകുമായിരുന്നു. ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകും വിശ്വാസത്തിന്റെ ഒരു പ്രമാണം അവിടെയും നമുക്ക് കാണാം പരിശുദ്ധാത്മാവിൽ. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അതിപരിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു റൂമല്ല. 15 അടി വീതിയും 15 അടി നീളം 15 അടി ഉയരവുമുള്ള അതിപരിശുദ്ധ സ്ഥലം കർട്ടനാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിലേക്കാണ്. അവിടെ കൂരിരുളാണ്. ചെറിയ വെളിച്ചവുമായിട്ടാണ് പുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്ന ദിവസം വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും മുഴുവൻ
വിശുദ്ധ ധൂപവർഗപ്പെട്ട് പുകയാൽ നിറയപ്പെട്ടിരിക്കും. ദാറ്റ് മീൻസ് അവിടെ അവിടെ എന്തുണ്ട്? നിയമപെട്ടകമുണ്ട്. അവിടെ നിയമപെട്ടകത്തിന്റെ മുകളിൽ കൃപാസനമുണ്ട്, അതിൽ ദൈവതേജസ് ഉണ്ട്. ഇത് അവൻ ഒരിക്കലും അവന്റെ കണ്ണുകൊണ്ട് അവൻ കണ്ണുകൊണ്ട് കണ്ടുകൂടാ എന്നാണ്. അതിനുവേണ്ടി വിശുദ്ധ ധൂപവർഗം കൊണ്ട് പുകയും ഇരുട്ടിന്റെ ആഴത്തിലേക്കാണ് ഈ പുരോഹിതൻ ഇറങ്ങിച്ചത്. ചെറിയ നേരിയ വെട്ടം അവിടെ ഇവിടെയും തട്ടി അവന്റെ കയ്യിലിരിക്കുന്ന രക്തം വീണു പോകാതിരിക്കാൻ ആ സമാഗമനകൂടെ ആ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ഈ നിയമപെട്ടകത്തിന്റെ അടുക്കിലേക്ക് അവൻ വിശ്വാസത്തോടാണ് കടന്നു ചെല്ലുന്നത് കേട്ടോ. അവൻ കണ്ടുകൊണ്ടല്ല, കാണുന്നില്ല ഒന്നും. പുതിയ വിശ്വാസി നീ ഒന്നും കാണുന്നില്ല, നീ എല്ലാം ചെയ്യുന്ന വിശ്വാസത്തോടെ. ഈ വിശ്വാസത്തിന്റെ പ്രമാണം തന്നെ അതിപരിശുദ്ധ സ്ഥലത്ത് അന്നും പിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം അപ്ലൈ ചെയ്തത്. പക്ഷെ അവർക്കതറിയില്ലായിരുന്നു. നീ അതും ഞാനും അത് മനസ്സിലാക്കണം കേട്ടോ. അവനാ ഇരുളിൽ ആ പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, വിശുദ്ധ വർഗമായിട്ടുള്ള പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് അവനൊരു വിശ്വാസമുണ്ട്, ഇവിടെ ഒരു കൃപാസനമുണ്ട്, അതിന്റെ മുകളിൽ ഒരു ദൈവ തേജസ്സുണ്ട്. ഞാൻ അവന്റെ മുമ്പിലേക്ക് അവൻ വളരെ 15 അടി വീതിയും നീളവുമുള്ള ഈ മുറി എന്ന് പറയുന്ന ഒരു ചെറിയ മുറിയല്ല. അവനാ പെട്ടകമിരിക്കുന്ന പെട്ടകത്തിന്റെ അടുക്കിലേക്കൊന്നും അവന് പോകാൻ പറ്റത്തില്ല. അതിൽ നിന്ന് ദൂരെ മാറി നിന്ന തിരശ്ശീലയിൽ തൊട്ടപ്പുറത്തോട്ട് മാറി നിന്നിട്ട് അവന് കയ്യിലുള്ള രക്തം വിരലുകളിലെടുത്ത് ഇങ്ങനെ അങ്ങ് തളിക്കുകയാണ്. വിശ്വാസത്തോടെ അവന് കാണാൻ പറ്റുന്നില്ല. അവന് കണ്ടുകൂടാ, അവൻ കാണാൻ പാടില്ല. അങ്ങനെ വിശ്വാസത്തോടെ, അങ്ങനെ പഴയ നിയമത്തിൽ വിശ്വാസത്തോടെ ജനത്തിന്റെ പാപത്തിനും പ്രായശ്ചിത്വം വരുത്തുവാൻ പുരോഹിതന്റെ രക്തം തന്റെ വിരലെടുത്ത് തളിക്കുന്നത് പോലെ ദൈവത്തിന്റെ പൈതലേ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കുമാറാ. തന്റെ ജനത്തിന്റെ ഇസ്രായേലിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ആ പുരോഹിതനെ അല്പസമയം അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് പോലെ വിശ്വാസത്തോടെ. അവനൊന്നും കണ്ടിട്ടില്ല, അവനറിയാം ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ. അതുപോലെ ദൈവത്തിന്റെ പൈതലെ ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിലുണ്ട്, നിന്റെ മുറിയിലുണ്ട്. നീ വിശ്വാസത്തോട് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വാസത്തോട് നീ പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിന്റെ സകല പ്രതിസന്ധികൾക്കും ആ പ്രാർത്ഥനയിൽ കൂടി ദൈവം മറുപടി വരാൻ ശക്തനും വിശ്വസ്തനും ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ